അഭിനവ് എഴുന്നേറ്റ് പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. അത് കണ്ട് ശാർമിളയുടെ ദേഷ്യം വീണ്ടും വർദ്ധിച്ചു. അവൾ അഭിനവിന്റെ പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, കണ്ടില്ലേ ഇവന്റെ ഓവർ കോൺഫിഡൻസ്. പോക്കറ്റില് 10 രൂപയില്ല, എന്നിട്ടും അവന്റെ നടത്തം കണ്ട കാട്ടിലെ ടൈഗർ ആണെന്നാ വിചാരം. രാജീവ്, ഇവനെ പോലെ ഒരു ദരിദ്രവാസിയെ ആരെങ്കിലും ജോലിക്ക് എടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്ത് ധൈര്യത്തിലാണ് നീ ഇവിടേക്ക് വന്നത്? സെക്യൂരിറ്റി, ഈ ദരിദ്രവാസിയെ ഒരു കാരണവശാലും അകത്തേക്ക് കടത്തിവിടരുത്. വിക്രം സാറിനെ ശല്യം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇവൻ ഇവിടേക്ക് വന്നത്. എടാ, ഞാൻ നിനക്കൊരു അഡ്വൈസ് തരാം. നീ ഒരു ദരിദ്രവാസിയാണെന്ന കാര്യം ആദ്യം നീ അക്സെപ്റ്റ് ചെയ്യണം, എന്നിട്ട് അതനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം. ചെക്കോ? നിനക്കറിയാമോ, ഈ ബാങ്കിൽ വലിയ തുക മാത്രമേ ചെക്കിലൂടെ പിൻവലിക്കാൻ കഴിയൂ. എനിക്ക് പിൻവലിക്കാനുള്ള പണം വളരെ വലുതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് മാനേജറെ കാണേണ്ടത്. അതിന്റെ ആവശ്യമൊന്നുമില്ല. ആ ചെക്കിങ് തന്നെ. ഹരീഷ് ചെക്ക് നോക്കുക പോലും ചെയ്യാതെ അഭിനവിന്റെയും മറ്റാളുകളുടെയും മുന്നിൽ വെച്ച് കീറിക്കളഞ്ഞു.